പോലീസ് ഓഫീസർ വേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ എല്ലാം ഒന്നുപോലെ ഇരിക്കും. എൻ്റെ പോലീസ് വേഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കരിക്കുന്നം സിക്സസിൽ അഭിനയിച്ചിരിക്കുന്ന ആ ഒരു പോലീസ് വേഷവും ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമയിലുള്ള കമ്മീഷണറുടെ വേഷവും രണ്ടും അജഗജാന്തരം വ്യത്യാസമാണ്. യൂണിഫോം ഒന്ന് തന്നെയാണ്. ബട്ട് ദെൻ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ഡയറക്ടർ പറയുന്നതിനനുസരിച്ച് ആ ക്യാരക്ടർ വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമാവുന്നത്. അപ്പോൾ ഇതിനകത്തും അതുപോലെ തന്നെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന സമയത്തുണ്ടാകുന്ന എൻതൂസിയാസവും അതിനെ പിടിച്ചു പോകുന്ന ആ ഒരു പോലീസ് ഓഫീസർ. അപ്പോൾ എനിക്കത് ചെയ്ത സമയത്ത് യെസ്, ഐ ഫൗണ്ട് ഇറ്റ് സ്റ്റോറി ഇൻട്രസ്റ്റിംഗ്. ഇതാണ് പോലീസ് വേഷം ചെയ്യുക എന്ന് പറയുന്ന സമയത്തുള്ള വ്യത്യസ്തത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കഥയ്ക്കനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്തും ആ ഒരു വ്യത്യസ്തതയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ആക്ഷൻ ഹീറോ ബിജു സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനകത്തുള്ളത് സീരിയസ് ആണെങ്കിൽ ഒരു കോമിക്കൽ അപ്രോച്ച് ആയിരുന്നു. എല്ലാവരും എൻ്റെ ക്യാരക്ടർ കണ്ട് ചിരിച്ചിട്ടുള്ളൊരു പടം, ഈവൻ കുട്ടികളടക്കം തെറി പിടിക്കുന്ന സീൻ. അപ്പോൾ അതെന്താണ്, ഒരു പോലീസ് ഓഫീസർ അങ്ങനെ ചെയ്യാമോ ഇല്ലേ, അതിനകത്തുള്ള വിരോധാഭാസങ്ങൾ എല്ലാം ആ ക്യാരക്ടറിലുണ്ട്. പക്ഷെ ബാക്കി പല സീക്വൻസുകളും നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിരിക്കും. ഇതിൽ ഞാൻ കുറച്ച് സീരിയസ് ആണ്. അത് ഷൈൻ ഓൾറെഡി കഥയെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ആ സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഷൈൻ ഇഷ്ടപ്പെടില്ല. അവനിവിടുന്ന് കേരളത്തിൽ നിന്ന് പുറത്ത് കുറേ ദൂരത്ത് പോയിട്ട് ഒരു ബോർഡർ ഏരിയയിൽ ഷൂട്ടെല്ലാം ചെയ്തിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സീക്വൻസ്. അപ്പം ഷൈനെ സംബന്ധിച്ചിടത്തോളം അത് പുറത്ത് വിട്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ട് ഞാൻ ആ സ്ഥലം പറയുന്നില്ല. പക്ഷെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പം ഷൈൻ പെട്ടെന്ന് ഒരു പടം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിവിൻ പോളിൻ്റെയും ഡേറ്റും കൂടെ ഒന്നും മാറിയിരിക്കുന്നു. ബിക്കോസ് ഈസ് ഡൂയിങ് ഇപ്പം ലിസ്റ്റിൻ്റെ പടം ചെയ്യുന്നുണ്ട്. എൻ്റെ അസിസ്റ്റൻ്റാണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത്. അപ്പം ആ പടത്തിനത് ഫസ്റ്റ് ഷെഡ്യൂൾ ചെറുതായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നതാണ്. പക്ഷെ പലപ്പോഴും സിനിമകളിൽ ഈ പറഞ്ഞ പോലെ താരങ്ങളുടെ മൂല്യങ്ങൾ വെച്ചിട്ടാണ് സിനിമകൾ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. കാരണം ഒരു പ്രൊഡ്യൂസറുടെ അടുത്ത് കഥയുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇന്ന താരത്തിന്റെ ഡേറ്റ് ഉണ്ടോ എന്ന് നോക്കാം എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതാണ്. ഞാനടക്കം ഇന്ന് എനിക്കിപ്പം ഒരു പടം ചെയ്യണമെങ്കിൽ ഏതൊരു ആർട്ടിസ്റ്റ് അടുത്തും പോവാൻ പറയാം. ബട്ട് ദെൻ ഈ ചോദിച്ചൊരു ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. ബിക്കോസ് പ്രൊഡ്യൂസേഴ്സ് ആദ്യം ചോദിക്കുന്നത് ഇത് തന്നെ ആയിരിക്കും, ഇതെങ്ങനെ എനിക്ക് വിൽക്കാൻ പറ്റുമോ. പക്ഷെ അവിടെ റിസ്ക് എടുക്കുന്ന ചില പ്രൊഡ്യൂസേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽപ്പെടുന്ന ഒരു ഗണത്തിലാണ് ഈ സിനിമയ്ക്ക് വരുന്നത്. കാരണം കഥയിൽ ഉണ്ടെങ്കിൽ യെസ് എനിക്ക് ആർട്ടിസ്റ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചെയ്യാവുന്നു. അപ്പം ഞാനും ഒരു പടം ഇതുപോലെ തന്നെ ന്യൂ കമേഴ്സിനെ വെച്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് കഥയ്ക്കകത്ത് കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ഇപ്പം ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ നിങ്ങളെപ്പോഴുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോഴുള്ള ആൾക്കാർക്ക് വെച്ചിട്ട് പ്രിവ്യൂ വയ്ക്കും. നിങ്ങൾ തോന്നിയത് എഴുതിക്കും പറഞ്ഞു. കാരണം എനിക്ക് അതിൻ്റെ കോൺഫിഡൻസ് ഉണ്ട്. ഈ കഥയിൽ എനിക്ക് ഒരാൾക്ക് ഇതിനെ കുറ്റം പറഞ്ഞ് തേക്കാൻ പറ്റില്ല എന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതെല്ലാം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞൊരു പടം റിലീസ് ചെയ്യണം. അപ്പം ഇവിടെ ഉള്ളത് ഒന്ന് ബിസിനസ്. പ്രൊഡ്യൂസേഴ്സ് ചിലത് നോക്കുന്നത് ബിസിനസ്. എനിക്ക് അവിടെ നിന്നെല്ലാം കാശ് കിട്ടിയിട്ട് ഇത് സേഫ് ആയിരിക്കണം. ഞാൻ ഒരു സിനിമ പേര് പറയുന്നില്ല, മോഹൻലാലിനെ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു പടമായിരുന്നു. പിന്നീട് ഞാനും ലാലേട്ടനും കൂടെ ഒരു ഡിസ്കഷൻ നടത്തി. ഞാൻ പറഞ്ഞത് എൻ്റെ അടുത്തൊരു ദിവസം രാത്രി വിളിച്ചു വെച്ചാണ് ഈ ക്യാരക്ടർ എൻ്റെ ഏജിന് ഇതിന് മാച്ചാവുമെന്ന് വെച്ചപ്പം ഞാൻ പറയും എനിക്കുണ്ട്, ഞാൻ പിന്നെ കുറച്ച് സ്വാർത്ഥനായി പോയതാണ്, അത് നമുക്ക് ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാം. അങ്ങനെ ഞങ്ങളത് ചെറുപ്പക്കാരെ വെച്ച് ചെയ്തു. പക്ഷെ അവിടെയും ആ ചെറുപ്പക്കാരെ വെച്ച് ചെയ്യാൻ പോയ സമയത്ത് ഞാൻ പുതിയ ആളെ വെച്ച് ചെയ്യാൻ പറ്റും. ആ കഥയിൽ എനിക്കുള്ള കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ അത് പിന്നെ തട്ടിത്തിരിഞ്ഞൊരു സ്റ്റാർ തന്നെ വന്നു ചെയ്തു. അപ്പം നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇപ്പം പ്രൊഡ്യൂസേഴ്സ് ഇപ്പം ഇന്നിവിടെ ആരാ പ്രൊഡ്യൂസേഴ്സ് അത് പറയും. പണ്ട് പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു. അവർ വീട്ടിൽ നിന്ന് പൈസയും കൊണ്ടുവന്ന് ബാഗിലൊക്കെ ആക്കി കൊണ്ടുവന്നിട്ട് ചെയ്യും. എന്നിട്ട് തിയേറ്റേഴ്സിൻ്റെ സപ്പോർട്ട്. അന്ന് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം കട്ടായി. ഒരു ഫൈനാൻസറുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇവിടെ വന്ന് ബാക്കിയുള്ളതെല്ലാം സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പേരുള്ളവർ പടം ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരെന്ത് ചെയ്യും, ഇതുപോലുള്ളവർ അവരവരുടെ കയ്യിലുള്ള കാശ് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു പടം ചെയ്യും. അപ്പം അതിനെ നിങ്ങളെപ്പോലുള്ള ആളുകൾ, ബിക്കോസ് നമുക്കെല്ലാവർക്കും സോഷ്യലി ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. നമ്മളൊരു ക്യാമറയും തൂക്കിക്കൊണ്ട് നടക്കുന്ന സമയത്ത്
ഇതിൽ കൂടെ എനിക്ക് നെഗറ്റീവ് ന്യൂസ് പഠിക്കാൻ പറ്റും, പോസിറ്റീവ് പഠിക്കാൻ പറ്റും. ആ ഞാൻ പറയുന്ന വാക്കാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നതെന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ടെങ്കിൽ ട്രൈ ടു ബി പോസിറ്റീവ് ഓൾവേസ്. നമ്മളൊരാളെ പറ്റി കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിൻ്റെ കുറ്റമല്ല, അതിനപ്പുറത്ത് എന്ത് കഷ്ടപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് പറയാൻ പലരും മടിക്കുന്നുള്ളതെന്നല്ല, അതൊരു മൈൻഡ് സെറ്റാണ്. അങ്ങനെയുള്ള മൈൻഡ് സെറ്റ് ഇല്ലാത്ത നിങ്ങളെപ്പോലുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ പ്രൊഡ്യൂസേഴ്സും വരും, ഡയറക്ടേഴ്സും വരും, ആക്ടേഴ്സും വരും. അപ്പം ഈ ക്ഷാമം മാറും. അപ്പം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സാർ ഇപ്പോൾ ഫാക്ഷൻ ഹീറോ ബിജു, അപ്പോൾ ആ പടം ഇറങ്ങിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ പോലീസുകാരുടെ കഷ്ടപ്പാടുകൾ എന്താണ്, അല്ലെങ്കിൽ എത്രത്തോളം അവർ സഫർ ചെയ്യുന്നുണ്ടെന്നൊരു സാധനം കിട്ടിയത്. ഇപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ റീസെന്റ് നരിവേട്ട ഇറങ്ങി. ആ ഒരു സിനിമ കണ്ടു കഴിയുമ്പോഴാണ് ഇത്രയും ക്രൂരത ഫേസ് ചെയ്തിട്ടുണ്ടോ, ഇത്രത്തോളം സഫർ ചെയ്തിട്ടുണ്ടോ, ഒരു പെയിൻ നമുക്ക് തന്നെ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു പ്രേക്ഷകൻ അത് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പോലീസ് എന്ന് പറയുമ്പോൾ ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു നോർമൽ ഒരു ദിനേരിയയിലെ അല്ലെങ്കിൽ ഒരു ആവറേജ് മനുഷ്യന് ഒരു പോലീസ് എന്ന് വാക്കുമ്പോഴും പേടിയാണ് ഉണ്ടാവുന്നത്. അതെന്താണെന്നറിയോ, പണ്ട് കാലത്ത് ഈ പോലീസ്, ഞാൻ എൻ്റെ ഒരു പടത്തിനകത്ത് ഒരു ഡയലോഗ് എഴുതിയിട്ടുണ്ടായിരുന്നു മിഷൻ 90-ൽ. പണ്ടൊക്കെ കുട്ടികൾ ചാപ്പാട് കഴിക്കാതിരിക്കുന്ന സമയത്ത് ദാ പോലീസ് വരും കേട്ടോ എന്ന് പറയും, പേടിപ്പിക്കും. പക്ഷെ അന്യരാജ്യങ്ങളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അടുത്ത് പറയുന്നത് എന്താണെന്നറിയോ, മോനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പോലീസ് അങ്കിൾ ഉണ്ടായിരിക്കും, അവിടെ പോയി പറയാം. അവിടെ അങ്കിള്, ഇവിടെ പോലീസിനെ പേടിപ്പിക്കാനാണ്. അതാണ് നമ്മൾ ആദ്യം മാറ്റിയെടുക്കുന്നത്. പോലീസ് എന്ന് പറയുന്നതിൽ പല വിഭാഗം, നമ്മൾ ഇത്രയും ആൾക്കാരിരിക്കുന്നത് പലരുടെയും സ്വഭാവം വേറെ ഇരിക്കും. ഇതുപോലെ പോലീസിനകത്ത് കാണും. അപ്പം യൂണിഫോം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കുറ്റക്കാരല്ല, അല്ലെങ്കിൽ എല്ലാവരും ബാഡ് പീപ്പിൾ അല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ ഒരിക്കലും കാണുന്ന പോലുമില്ല. ആ പാവപ്പെട്ടവൻ ഇന്നും ഒരു ഹെഡ് കോൺസ്റ്റബിളായിട്ട് റിട്ടയർഡ് പോയിട്ടുണ്ടായിരിക്കും. പോയി കഴിഞ്ഞാൽ പിന്നെ അവന് ദാരിദ്ര്യവും ഇതുണ്ടാകും. ചിലരുണ്ട്, ഞാൻ മദ്രാസിലെ പോലീസിനെ കണ്ടപ്പോൾ 5 വിരലും ഡയമണ്ട് റിങ്സ്, ഇതും കൊണ്ട് നടക്കാൻ ഇയാൾക്ക് നാണമില്ല എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ 5 ഫിംഗറിലും ഡയമണ്ട് റിങ് ഇട്ടുകൊണ്ട് നടക്കുന്ന, വാങ്ങ സാർ ഉക്കാരം വെച്ചു. ഞാൻ കണ്ണങ്ങൾ കൈ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ഒരു വിധത്തിലുള്ള നാണമില്ലേ, ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന ഒരു സാധാരണ സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. സോ എല്ലാവരും ഒരുപോലെയല്ല. ദർ ആർ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ. അവരെന്നും സൈക്കിൾ ചവിട്ടി പോകുന്നവരുണ്ട്. അപ്പം ഓരോ സിനിമയിലും കാണുന്നത്, നിങ്ങൾ ആക്ഷൻ ഹീറോയിൽ കണ്ടു, കാലത്ത് തൊട്ടിട്ട് വൈകിട്ട് വരയ്ക്കും. സിമ്പിളായിട്ടുള്ള കാര്യം. ഇന്ന് കാലത്ത് കൊണ്ടുവരുന്ന ജംഗ്ഷനിൽ ഇവിടെ നിൽക്കുന്ന പോലീസുകാരൻ ഓണമാണ്, അവനവിടെ നിൽക്കുന്നുണ്ട്. ആ പോലീസുകാരൻ്റെ വീട്ടിലൊരു ഭാര്യയും മക്കളോടെ കാത്തിരിക്കുന്നുണ്ട്, ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ ആങ്ങളെ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ കൊണ്ടുവരുന്ന ഒരു 12 മണിക്ക് ഡ്യൂട്ടി കഴിയേണ്ട ആൾക്ക് 12:45 ഓർഡർ വരുന്നത്. അതാ ഓർഡർ വന്നിട്ടുണ്ട് കേട്ടോ, അപ്പുറത്ത് ഒരു കാർ ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, ആ പാലത്തിൻ്റെ അപ്പുറത്ത് പോയിക്കോ, ഏതൊരു നേരെ വരെ പിടിച്ച് അങ്ങോട്ട് തട്ടി. അവിടെ നിന്ന് പിന്നെ എന്തോ ആക്സിഡൻ്റ് ഒരാൾ മരിച്ചിരിക്കും, അവിടെ കാവൽ നിൽക്കുകയാണ്. പിന്നീട് ഇത് പോകുന്നത് പിറ്റേ ദിവസം കാലത്തായിരിക്കും. അപ്പം അന്നത്തെ ഉച്ചത്തെ സദ്യ പോയി അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാത്രി പിന്നെ ഭാര്യ പിന്നെയും കാത്തിരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ആരും കാണുന്നില്ല. എല്ലാ സർവീസിലും ഉണ്ട് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ. പക്ഷെ നമുക്ക് കാണുന്ന സമയത്ത് തെറിവിളിക്കാൻ പറയാം. അതെന്താണ്? രാഷ്ട്രീയം. രാഷ്ട്രീയക്കാർക്ക് ഓശാന പാടുന്ന പോലീസുകാരെ നമ്മൾ ഒരിക്കലും നമ്പാൻ പാടില്ല. കാരണം അവൻ ആ യൂണിഫോമിനോട് ജസ്റ്റിഫിക്കേഷൻ കാണിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചില വീഡിയോ ക്ലിപ്പിങ്സും അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിങ്സും കേൾക്കുന്നത്, താൻ പോടോ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരോട് പറയുന്ന SI CI നമ്മൾ കാണുന്നുണ്ട്. അതാണ് വരേണ്ടത്. അല്ല, രാഷ്ട്രീയം നിങ്ങൾ നിയമത്തിനെ മുഴുവൻ കയ്യിലെടുത്തുകൊണ്ട് എനിക്ക് തോന്നുന്നു മാത്രം ഞാൻ ചെയ്യുക, ഞാൻ പറഞ്ഞത് മാത്രം ചെയ്യുക. അപ്പം ഇന്നത്തെ ന്യൂസിൽ നിങ്ങൾ കണ്ടിട്ടില്ലല്ലേ, ED കരുവന്നൂർ കേസിൻ്റെ ആൾക്കാർ ചാർജ് ഷീറ്റ് സമർപ്പിച്ചു. ഇന്നും ഇവിടുത്തെ കേരളത്തിൽ നടക്കുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലിരിക്കുന്ന ക്രൈം ബ്രാഞ്ചോ ആരാണെങ്കിൽ ശരി, അവരിതുവരെ സബ്മിറ്റ് ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് വാട്ട്? പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്. പോലീസിനെ ഒരിക്കലും, എന്തുകൊണ്ട് പട്ടാളവും പോലീസിനും വ്യത്യാസമുണ്ട്? പട്ടാളത്തിൽ യാതൊരു വിധത്തിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർഫറൻസ് ഇല്ല. ആര് വന്ന് ഭരിച്ചാലും സെയിം റൂള്, സെയിം പോക്ക്. അല്ലാതെ ഇപ്പം കാശ്മീരിൽ പെൽഗാം ഇഷ്യൂ വന്നു, പട്ടാളക്കാർക്ക് അവിടെ ഒരാളും വേറെ ഓർഡറൊന്നുമില്ല. പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വിട്ടു തന്നു, നിങ്ങൾ ഇനി ചെയ്തു. ഇവിടെ കേരള മുഖ്യമന്ത്രി പറയും നിങ്ങൾക്ക് വിട്ടു തന്നു എന്നുള്ളത്. നമ്മൾ തീരുമാനിക്കും അതിൽ എൻ്റെ പാർട്ടിക്കാരനുണ്ടോ ഇല്ലേ. ഇതൊക്കെ വരുമ്പോഴാണ് നമുക്ക് നമ്മുടെ നിയമ ആ ഒരു സ്ഥലം അപ്സെറ്റായിട്ട് നമുക്ക് നേരത്തെ ചോദിച്ച ചോദ്യം, പോലീസുകാർ ഇത്രയും ക്രൂരത, പോലീസുകാർ ഇത്രയും കഷ്ടപ്പാട്, ഇതൊക്കെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് കാണുന്നത് ഇതുകൊണ്ടാണ്. ആദ്യമായിട്ട് ഈ പൊളിറ്റിസൈസേഷൻ മാറ്റിക്കഴിഞ്ഞിട്ട് സത്യസന്ധമായിട്ട്, അല്ല ബാക്ക് ഡോർ എൻട്രി കൊടുക്കുന്ന യൂണിഫോം ഇല്ലാതെ അധ്വാനിച്ച് PSC എഴുതി വരുന്നവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ they will be powerful. They will stand up and say, ഹലോ സാറേ, ആദ്യം സാറേ എന്ന് വിളിക്കും.
വരട്ടെന്നാണ് എടുത്തത്. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ മാറ്റും. അത് അവൻ്റെ ഗട്ട്സ്. ബിക്കോസ് ഹി കെയിം വിത്ത് എ ഹാർഡ് വർക്ക്. അവിടെ സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പോലീസുകാരന് ആദ്യം വേണ്ടത് സെൽഫ് റെസ്പെക്റ്റാണ്. ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് സാറിന്റെ തഗ് ലൈഫ് ഉണ്ട്, അതിനോട് കൂടിയാണ് ഇതിന്റെ റിലീസ് വരുന്നത്. ക്ലാഷ് റിലീസ് ആയിട്ടാണ് ഏകദേശം വരുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടന്റിലുള്ള കോൺഫിഡന്റ് ആണ് ഇതിനോട് ക്ലാഷ് റിലീസ് ആയി വെക്കാനുള്ള കാരണം? അങ്ങനെ ഇന്റൻഷനിലൊന്നല്ലായിരുന്നു അത്. എന്താ പറയുന്നത്, അങ്ങനെ ഇന്റൻഷനിലൊന്നല്ല ഈ പടം റിലീസ് വെച്ചിരിക്കുന്നത്. അത് വന്നു, പിന്നെ വലിയൊരു ആൾക്കാർ പോകുന്നു. അപ്പം അതിന് വല്ലതും അതിന് കൂടുതൽ ഞങ്ങളൊക്കെ പോയിക്കോളാന്നുള്ള മാത്രം അല്ല, അവരായിട്ട് തലൂടാൻ വേണ്ടിയിട്ടൊന്നുമില്ല നിൽക്കുന്നത്. കമൽ സാർ എവിടെ കിടക്കുന്നത്, നമ്മുടെ പോലുള്ള ആൾക്കാർ എവിടെ കിടക്കുന്നത്. സോ ബട്ട് കണ്ടന്റ്, സിനിമയ്ക്കകത്തൊരു കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് ആരും കാണുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ മറ്റു സിനിമകളൊന്നും ബാധിക്കുന്നില്ല. നോർമലി വലിയ ഹൈപ്പിൽ വരുമ്പോൾ ഫിലിമിന്റെ കൂടെ ചെറിയ ഫിലിം വെക്കുമ്പോൾ അത് അറ്റൻഷൻ കുറവായിരിക്കും. ആൾക്കാർക്ക് ഇങ്ങനെ ആളുകളിലേക്ക് എത്തുന്നില്ല, ഈ ഫിലിം റിലീസായി പോലും എത്തുന്നില്ല. അങ്ങനത്തെ അവസ്ഥ വരാറുണ്ട്, പലപ്പോഴും വന്നിട്ടുമുണ്ട്. ചിലപ്പോൾ ലോട്ടറി അടിച്ചാൽ അവിടുന്ന് അത് കുറച്ചൊന്ന് ടണലായി എന്ന് പറഞ്ഞപ്പോൾ അതൊന്ന് പോയിക്കൊണ്ടേക്കാം. നമ്മുടെ ഗായത്രി അഭിനയിച്ചൊരു സിനിമ അത്യാവശ്യം നല്ല കളക്ഷൻ കിട്ടി. അതിന് 500 പേര് കയറി, ഇതിന് 25 പേര് കയറിയാൽ മതി. ഇത് ഒറ്റയ്ക്ക് റിലീസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ 10 പേര് പോലും കയറത്തില്ല. അതാണ് എൻ്റെ സ്ഥിതി. അത് കണ്ടുകൂടി തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഇത് 5-ാം തീയതിയാണ്, ഇത് 6-ാം തീയതിയാണ്. ഒരു ദിവസം വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ കോൺഫിഡൻ്റ് ആണ്. താങ്ക് യു.